കണ്ണൂർ ജില്ലയിലെ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദൻ ഇന്ന് പടിയിറങ്ങി പോകുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പാർട്ടിയുടെ അടിവേര് വരെ കണ്ണൂർ ഇളക്കിയിട്ടുണ്ട്. ഈ പാർട്ടി പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ആകിപ്പോവും എന്ന് പറയുന്നവർ കേൾക്കാനായി പറയുകയാണ്. ടി.കെ. ഗോവിന്ദൻ ഇന്ന് കൈപിടിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറുന്നുണ്ടെങ്കിൽ പറഞ്ഞതിൽ തെറ്റുണ്ട്. ടി.കെ. ഗോവിന്ദൻ ആ മാധ്യമ സമ്മേളനത്തിൽ മുഴുവനും ടി.കെ. ഗോവിന്ദൻ എടുത്ത ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് മത്സരിക്കാൻ ആർത്തി പൂണ്ട ഒരു നേതാവിന്റെ അംഗവിക്ഷേപമായിട്ടേ കാണാൻ കഴിയുകയുള്ളൂ. എന്താണ് ഇന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു തെറ്റ്? ശൈലജ ടീച്ചറിനെ പേരാവൂരിലേക്ക് വിടാൻ എങ്ങനെയാണ് ശൈലജ ടീച്ചർക്ക് അത് കഴിയുക? 75 വയസ്സുള്ള ശൈലജ ടീച്ചറിനെയാണോ പേരാവൂര് തിരിച്ചു പിടിക്കാൻ വിടുന്നത് എന്ന്? ഗോവിന്ദൻ മാസ്റ്ററെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. പ്രായമോ ഭംഗിയോ ആൾ രൂപമോ കരുതിയല്ല ഈ പാർട്ടി നിലപാട് വ്യക്തമാക്കുന്നതും ഈ പാർട്ടി മത്സരിക്കാൻ പോരാട്ട വീര്യമുള്ള സഖാക്കളെ ഇറക്കുന്നതും. ശൈലജ ടീച്ചറിനെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിലേക്ക് വിട്ടപ്പോ ഒരു എതിർശബ്ദം പോലും പറയാതെ ടീച്ചർ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ KPCCയുടെ തലതൊട്ടപ്പനായ സണ്ണി ജോസഫിനെ മുട്ടുമടക്കി പേരാവൂരിൽ ചെങ്കൊടി പാറിക്കുമെന്ന് 100% ഉള്ളത് കൊണ്ടാണ് ആ തീരുമാനത്തെ ശൈലജ ടീച്ചർ നെഞ്ചിലേറ്റിയതും പേരാവൂര് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി ഒരു പടി മുമ്പോട്ട് പോകുന്നതും. ശൈലജ ടീച്ചർ വീടാന്തരം കയറി പ്രവർത്തനം നടത്തുന്ന 2ാം നാളിൽ KPCCയുടെ തലതൊട്ടപ്പനായ സണ്ണി ജോസഫ് ഡൽഹിയിലെ തെരുവിലൂടെ അലയുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു അവസാനമല്ല, ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി VD സതീശനൊപ്പം ഹൈക്കമാൻഡിന്റെ തിണ്ണ നിരങ്ങുകയാണ് സണ്ണി ജോസഫ് എന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ശ്യാമള ടീച്ചർ ഇന്ന് അവിടെ സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അടക്കമുള്ള നിരവധി സംഘടനകളിൽ പ്രവർത്തിച്ച് ഗ്രാജ്വലി ഒരു ഗ്രോത്ത് എടുത്ത് വളർന്നു വന്ന നായികയായതുകൊണ്ട് തന്നെയാണ്. ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് വെറുതെ MLA പട്ടം തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു പാർട്ടിയായി നിങ്ങൾ ഇതിനെ കാണണ്ട. വർഗീയ സംഘടനകളുടെ പിന്തുണ ഞാൻ നേടില്ല, പക്ഷേ കോൺഗ്രസിന്റെ പിന്തുണ ഞാൻ നേടുമെന്ന് പറയുന്നതോടുകൂടി രാഷ്ട്രീയ വർഗീയ വഞ്ചകനായി നിങ്ങൾ മാറി എന്നുള്ളതും പറയാതെ വയ്യ. 100% ഉറപ്പിച്ചു പറയാം, ഈ പാർട്ടിയിൽ EP ജയരാജൻ ഒരക്ഷരം മിണ്ടാതെ നിശബ്ദമായി ഈ പാർട്ടിയെ പിന്തുണച്ചു നിൽക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, നിലപാടുള്ള പാർട്ടിയിൽ നിലപാടുള്ള നേതാവായതുകൊണ്ടാണ്. കണ്ണൂരിൽ P ജയരാജനെ ഒതുക്കി എന്ന് പറയുമ്പോഴും P ജയരാജന്റെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പിന്റെ ശബ്ദം വരാത്തതും അതുകൊണ്ട് തന്നെയാണ്. AK ബാലൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോ മുഖ്യധാരാ മാധ്യമങ്ങൾ ചോദിച്ചു, സഖാവെ വലിയൊരു പടിയിറക്കമാണല്ലോ എന്ന്. ഗദ്ഗതത്തോടെ കണ്ണ് നിറഞ്ഞ മനുഷ്യൻ ഇറങ്ങി പോകുമ്പോഴും ഈ പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. ജനങ്ങൾ ഇന്നും തോളിലും ഹൃദയത്തിലും ഒരുപോലെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഷംസീർ എന്ന സ്വീകാര്യനായ സ്പീക്കർ, സ്വീകാര്യനായ MLA ഇത്തവണ മത്സരിക്കാതിരിക്കുമ്പോഴും 100% പ്രവർത്തനങ്ങളിൽ ഷംസീർ മുഴുകിയിരിക്കുന്നതിന്റെ പേരാണ് സഖാവ് എന്നുള്ളത്. 100% ടി.കെ. ഗോവിന്ദനോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് കാണിച്ചത് മത്സരിക്കാനുള്ള ആ ഒരു ത്വരയിൽ നിന്നുള്ള വെറും വിടുവായുത്തങ്ങൾ മാത്രമാണ്. കണ്ണൂർ എന്ന് പറയുന്ന CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയെ ഒരു മാധ്യമസമ്മേളനം വിളിച്ച് നിങ്ങൾക്ക് ആടി ഉലപ്പിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നതെങ്കിൽ തെറ്റി നിങ്ങൾക്ക്. തളിപ്പറമ്പിലും പേരാവൂരും മട്ടന്നൂരും മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ ആടി പറക്കാൻ പോകുന്ന ചെങ്കൊടികളുടെ കാലമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകണ്ട.